തയ്യാറായതുകൊണ്ടാണ്. അവർ പറയുന്നത് ഞങ്ങളുടെ ഡേറ്റാണ്, അവരെ പ്രൊമോഷൻ അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും പ്രൊമോഷനൊന്നും നടക്കില്ല. അങ്ങനെ അവരുടെ ചെയ്യാനിരിക്കുന്ന സിനിമകൾ, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നൊരു സിനിമ പകുതിക്ക് വെച്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് എൻ്റെ പ്രൊമോഷൻ ഇറങ്ങിയത്. ഇനി തിരിച്ച് തന്നിട്ട് വീണ്ടും ഇതിൽ പോകണം. അതുപോലെ ഒരുപാട് പേരുടെ സഹകരണം തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ കടന്നുപോയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു സമാധാനത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ നല്ല രസമുണ്ട്, സാറ്റിസ്ഫൈഡാണ്. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്, പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്കും ഇതൊരു പുതിയ അനുഭവമാണ്, വളരെ പുതിയ അനുഭവമാണ്. ഞങ്ങൾ ആരും ഇതിനു മുമ്പ് ഒരു 3D സിനിമ ചെയ്തിട്ടില്ല. അത് ഞങ്ങളൊരു ടീമായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചപ്പോൾ മുതൽ ഞങ്ങളും ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം പഠിച്ചത് എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു സിനിമയ്ക്ക് ഒരു സെൻസറാണ് ഉണ്ടാവുക. നമ്മൾ ഒരു സിനിമ ഒരു ഭാഷയിൽ നമ്മൾ സെൻസർ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ നമ്മളത് ക്യൂബ്, UFO, സ്റ്റാബിൾ അങ്ങനെയുള്ള എല്ലാത്തിലും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. ഒരു കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു, അത് തിയേറ്ററിലേക്ക് വരുന്നു, ആളുകൾ കാണുന്നു, ആസ്വദിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് 5 ഭാഷയിലാണ് ഞങ്ങൾ ഈ സിനിമ ഇറക്കുന്നത്. അതുകൊണ്ട് 5 സെൻസർ ഉണ്ടായിരുന്നു. ആ 5 സെൻസർ ഒരു കാരണവശാലും നടക്കില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ നടന്നു. ചിലപ്പോൾ ഞങ്ങളുടെ ഇന്റൻഷൻസ് നല്ലതായിരുന്നുകൊണ്ടായിരിക്കാം, ഒരുപാട് പേരുടെ സഹായം ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം. സെൻസർ ഓഫീസറും ഈ സിനിമ കണ്ടിട്ട് അവർക്കും തോന്നിയിട്ടുണ്ടാവും പാവപിടിച്ചവന്മാർ ഇത് കൊണ്ടുപോകേണ്ടതെന്ന്. അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു ഭയങ്കരമായിട്ടുള്ള സഹായം എന്ന് പറഞ്ഞാൽ മറ്റു സഹായങ്ങളല്ല. ഒരു ദിവസം ഇവർക്ക് തീരുമാനിക്കുകയാണ് ഒരു വേർഷനെ കാണുന്നുള്ളൂ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ സിനിമയെ അടുത്തൊന്നും നടക്കാൻ പറ്റില്ല. പക്ഷെ അവരുടെ ഭാഗത്ത് എഫേർട്ട് എടുത്ത് 2 വേർഷനും 3 വേർഷനൊക്കെ ഒരു ദിവസം കണ്ടിട്ടാണ് നമുക്ക് സമയത്തിന് ഇത് ഇറക്കി തന്നത്. അതേസമയം ഞങ്ങൾ ഇതിൻ്റെ കണ്ടന്റ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ 5 കണ്ടന്റ് അപ്ലോഡ് ചെയ്യണമല്ലോ എന്നാണ് നമ്മൾ ആദ്യം ആലോചിച്ച് പേടിച്ചത്. പക്ഷെ നമുക്ക് 2D ഉണ്ട്, 3D ഉണ്ട്. അതുകൊണ്ട് 10 കണ്ടന്റ് അപ്ലോഡ് ചെയ്യണം. ഈ കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞാൽ 120 GB, ചിലതൊക്കെ 1.4 TB ഒക്കെ ഉള്ള ഫയലാണ്. സ്വിച്ച് ഓഫ് ആക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല, സമയമെടുക്കുന്ന പ്രോസസ്സാണ്. പക്ഷെ നമ്മുടെ കയ്യിലില്ലാത്തതും സമയമായിരുന്നു. അത് കാരണം കൊണ്ട് ഈ ഇരിക്കുന്ന ഞങ്ങളോ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഭാഗമായവരോ മാത്രമല്ല, 3Dക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ പ്രവർത്തിച്ച 3Dയുടെ ആൾക്കാരാണെങ്കിലും CGയുടെ ആൾക്കാരാണെങ്കിലും പിന്നെ ഈ രാജേട്ടൻ ഉൾപ്പെടെയുള്ള ലിപ്സിങ്ങിന്റെ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷെ ആരും ഒരു പരാതിയും പറഞ്ഞില്ല. അപ്പൊ അപ്പുവിന്റെ കാര്യം പറഞ്ഞ പോലെ അപ്പുവൊക്കെ പുറം ലോകം കണ്ടിട്ട് തന്നെ കാലം കുറയായിരുന്നു. ഞാൻ അതിന്റെ പിന്നാലെ തന്നെയാണ്. ഇതെല്ലാവരും ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഈ സിനിമയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ്. നമ്മളിത് ടോട്ടൽ 120 ഔട്ടാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടിരുന്നത് പല കൺട്രീസിലേക്കായിട്ട്. അതുപോലെ ഈ സിനിമ പ്രൊമോഷൻ ചെയ്യണം എന്നാലോചിച്ചപ്പോഴും നമ്മളോട് നമ്മളെ സഹായിച്ച കുറേ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് നമ്മളിങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടത്താനായിട്ട് നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. അതവർ ചെയ്യേണ്ട തീരുമാനിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ 1 മാസം ഇവിടെ തന്നെ നിന്ന് പ്രൊമോഷൻ ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അതുമാത്രമല്ല, ഞങ്ങൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് വേർഷൻ ആദ്യം എല്ലാവരും കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ എടുത്താൽ മതി, തീരുമാനിച്ചാൽ മതി എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ വേർഷൻ കാണിച്ചിട്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ സിനിമയിൽ വിശ്വസിച്ചിട്ട് തന്നെയാണ് മുംബൈലെ പോലുള്ള, മൈത്രി പോലുള്ള, AA ഫിലിംസ് പോലുള്ള, 5 സ്റ്റാർ പോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മുടെ സിനിമ ഇങ്ങനെ വിതരണത്തിനെടുക്കാനായിട്ട് തയ്യാറായത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കൊത്തിലൊതുങ്ങാത്താണ് കൊത്തിയത്. പക്ഷെ അത് കൊത്തിപ്പോയി. ഇനി അത് ഏറ്റവും നന്നായിട്ട് തന്നെ ഇറക്കുക എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയിട്ട് എല്ലാവരും എങ്ങനെയാണോ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഈ സിനിമയുടെ ഷൂട്ടിങ് തീർത്തത്, അതേപോലെ ഒറ്റക്കെട്ടായിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിലും വർക്ക് ചെയ്തു. അതിനിടയ്ക്ക് പ്രതിസന്ധികളുണ്ടായിരുന്നു. തള്ളിപ്പറഞ്ഞവരുണ്ട്, കളിയാക്കിയവരുണ്ട്, തകർത്തവരുണ്ട്. പക്ഷെ കുറേ അതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തവരാണ് കൂടുതൽ. പക്ഷെ എല്ലാവരോടും നന്ദിയുണ്ട്, ആരോടും പരാതിയില്ല, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. കാര്യം
ഇങ്ങനെയുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് നമ്മളുടെ ഉള്ളിലുള്ള ആ ഫയർ ഇടാതെ കത്തിച്ച് നിർത്തിയത്. അതിന് എല്ലാവരോടും നന്ദിയുണ്ട്. സിനിമ നാളെ തിയേറ്ററിലേക്ക് വരും, നാളെ തന്നെ എന്തായാലും വരും. പക്ഷെ അതിനു മുമ്പ് അവസാന നിമിഷത്തിൽ ഈ സിനിമയുടെ നല്ലതിന് വേണ്ടിയിട്ട്, ഈ സിനിമയുടെ എന്തെങ്കിലും ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് ഉറപ്പായിട്ടും ചെയ്യുകയും ചെയ്യും. പക്ഷെ നാളെ രാവിലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ പടം 3Dയിലും 2Dയിലും ഒക്കെ ഉണ്ടാവും. പിന്നെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആവാനായിട്ട് നമുക്ക് നിന്നുള്ള പല സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കൊണ്ടും കുറച്ച് വൈകിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ബുക്കിങ്ങിലോ പ്രൊമോഷനിലോ ഹൈപ്പിലോ ഒന്നുമല്ലല്ലോ കാര്യം, പടത്തിലല്ലേ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമാധാനം. ഈ സിനിമ നാളെ വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു, ബുക്കോ കണ്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് തുറന്നു പറഞ്ഞു, അതിനൊരു കുഴപ്പമില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് നല്ലതെന്ന് പറയണം. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ നാലുപേരോട് പറയണം. ഞങ്ങൾ ഇത്രയും പണിയെടുത്തതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. ഒരു നല്ല സിനിമ നന്നായിട്ടുണ്ടെന്ന് തോന്നിയാൽ നാലുപേരോട് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് അത് ഭയങ്കര ഗുണമായിരിക്കും. താങ്ക് യു സോ മച്ച്. Definitely. Thank you so much, ടൊവിനോ. വളരെയധികം പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ ഞങ്ങൾ എല്ലാവരും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് മനസ്സിലായി ടൊവിനോയും ജിതിനും നിങ്ങൾ എല്ലാവരും ഈ ഒരു സിനിമ